നമസ്തേ. തൃശൂർ അടാട്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ബിജീഷിലൂടെ മോഹിനി ചേച്ചിയുടെ കൊച്ചു വീട് എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. സ്വാമി സദ്ഭവാനന്ദജി മഹാരാജാണ് മോഹിനി ചേച്ചിയുടെ വീടിന്റെ കട്ടിളവപ്പ് കർമ്മം നിർവഹിച്ചത്. നമസ്കാരം. ഞാൻ അടാട്ട് പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ബിജീഷ്. ഇലക്ഷൻ സമയത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വന്നപ്പോൾ നമ്മുടെ മോഹിനി ചേച്ചിയുടെ വീട് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പഞ്ചായത്തിൽ നിന്നും കാര്യമായ രീതിയിലുള്ള സഹായം അവർക്ക് ലഭിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. പട്ടയം ശരിയല്ലാത്ത രൂപം ഉണ്ടായിരുന്നു. അവർ നമ്മളോട് അഭ്യർത്ഥിച്ചത് എനിക്കൊരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൽ കിടന്ന് മരിക്കാതിരിക്കാൻ ഒരവസ്ഥ ഉണ്ടാക്കി തരൂ എന്നാണ്. ഏകദേശം 4 കൊല്ലത്തോളം എടുത്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കൊരു കൊച്ചു വീട് കുറച്ച് പേരുടെ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് ചെറിയ രീതിയിൽ ഇതേപോലെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായി എത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ അവർ നമ്മളോട് അഭ്യർത്ഥിച്ച പോലെ നമ്മൾ അവരോട് പറഞ്ഞ പോലെ ജയിച്ചാലും തോറ്റാലും നമ്മൾ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്നൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. അത് എല്ലാവരുടെ സഹായത്തോടു കൂടിയിട്ട് നിറവേറാൻ പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. BJP ജില്ലാ വൈസ് പ്രസിഡന്റായ IN രാജേഷ്, മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ കൂടാതെ അവിടുത്തെ നാട്ടുകാരുമെല്ലാം ഈ ഒരു ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ അടാട്ട് പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറാണ് ബിജീഷ് AB. ഇലക്ഷന്റെ പ്രചരണാർത്ഥം ബിജീഷ് വോട്ടുകൾ തേടി വീടുകൾ കയറിയിറങ്ങുമ്പോഴാണ് നമ്മുടെ ഈ മോഹിനി ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീടിന്റെ ആ ഒരു ദുരവസ്ഥ കണ്ട് താൻ ജയിച്ചാലും തോറ്റാലും സ്വന്തം നിലയ്ക്ക് ഒരു വീട് വെച്ച് തരാം എന്ന വാഗ്ദാനം കൊടുത്താണ് ബിജീഷ് അവിടെ നിന്ന് അന്നിറങ്ങിയത്. ആ ഒരു വാഗ്ദാനമാണ് ബിജീഷിന്റെ നിശ്ചയദാർഢ്യം മൂലം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇത് അടാട്ട് പഞ്ചായത്ത് 12ാം വാർഡാണ്. ഈ വാർഡിലെ മെമ്പറാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് ആയിരുന്നു. ആ വീട് പണിത് കൊടുക്കാനായിട്ട് വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. വാർഡ് മെമ്പറാണ് പണിത് കൊടുക്കുന്നത്. 12ാം വാർഡിൽ ബിജീഷ് ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കോളനിയിലെ പാരിക്കാട് കോളനിയാണിത്. ഈ പാരിക്കാട് കോളനിയിലെ എല്ലാ വീടുകളിലും പൊളിച്ചു മേച്ചിലും അതുപോലെ തേപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പാസ്സാക്കി കൊടുത്ത് എല്ലാവിധ നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന വാർഡ് മെമ്പറാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആത്മാർത്ഥം ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സംഭാവനയും ഒപ്പം ബിജീഷിന്റെ മനസ്സും കൂടി ഒന്നു ചേർന്നപ്പോൾ മോഹിനി ചേച്ചിയുടെ ദീർഘനാളത്തെ വീട് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകുകയാണ്. ഞങ്ങള് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ ആൾക്കാരായിരുന്നു. ഞാനൊക്കെ അതിനായിട്ട് ഡ്രസ് എടുത്തിട്ടുണ്ട്. വെള്ള സാരി ചുവപ്പുകാരൊക്കെ ആയിട്ട് എന്റെ മോനെ അതിനെ പറ്റിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവന് നല്ല രീതിയിൽ സുഖത്തിനും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവനൊരു തോട്ടം കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഒരു സഹായം ചെയ്തതില്ല. കൊല്ലം കുറേ പിന്നെ അങ്ങനെ എന്റെ മോൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അമ്മ, നമുക്ക് ആ പാർട്ടിന് വേണ്ടത്. ഞങ്ങൾ അതിനൊക്കെ തല കുത്തി നടന്നുള്ള ആൾക്കാരാ. ഞാൻ മൊത്തം മറിച്ച് എത്തിയ. പക്ഷെ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് സഹായം തന്നില്ലല്ലോ. ഞങ്ങളുടെ വീടൊക്കെ ഇടിഞ്ഞു പൊളിയാറായിട്ട് അവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരിതൊന്നും ചെയ്തു തന്നിട്ടില്ലേ. അപ്പം അങ്ങനെ ആ പാർട്ടിയൊക്കെ ഞാൻ മാറി. ഞങ്ങൾക്ക് ഉപകാരം ആര് ചെയ്യുന്നത് അതിൽ നിൽക്കണം. ഞാനും മോനും ഞങ്ങളുടെ വീടാറായിട്ട് നിൽക്കാറുണ്ട്. അപ്പം മെമ്പർ പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് പണിതരാം മോനോട്. ഞാനും മോനും മാത്രമല്ല ഒരു വീട് പണിതരാന്ന് പറഞ്ഞു. ഇപ്പോൾ വീട് പണിത് തന്നു. പിന്നെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ വിളിച്ച സഹായത്തിന് ആൾ വരുന്നു. എന്തൊരു കാര്യത്തിനായാലും അതുപോലെ നാട്ടിലും നല്ല രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ ആള് ഒരു വീട് പണിത് തന്നു. വീടാറായിട്ട് നിന്നു. പിന്നെ വീണു തന്നെ സാർ. അപ്പം പിന്നെ മെമ്പർ പറഞ്ഞു ഇനി ഉള്ളത് വീഴുമ്പോഴേക്കും നമുക്ക് പേരപ്പണിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കാരണം ഞങ്ങൾക്കൊരു വീടായി. അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ഈ ഇടിഞ്ഞപ്പോൾ ഞാൻ ഷെഡിൽ കിടന്നേനെ. അപ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം തന്നെ. എനിക്ക് മെമ്പറിനെ പറ്റി എപ്പോഴും ഇനിയിപ്പോൾ ഈ വീട് പണിതൊന്നുമില്ലല്ലോ. എല്ലാ കാര്യം മെമ്പർ നല്ല രീതിയിൽ പറഞ്ഞു ഇവിടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മെമ്പറായപ്പിനെ എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും ഓരോ കാര്യത്തിന് ഓടി എത്തും. അതുപോലെ ഒരു മരണം കഴിഞ്ഞാലും അങ്ങോട്ട് ഓടി വരും. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആളെ പോവുക. രാവും പകലില്ലാണ്ടൊക്കെ ഓടി വരും. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയതിന് ഞങ്ങൾക്ക്
മെമ്പറിനെ എങ്ങനെ സ്നേഹിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുള്ളൂ. വന്നിട്ട് ഞങ്ങൾക്ക് വീട് പണിതന്നു. എനിക്കത് നല്ലൊരു ഉപകാരമായി. അങ്ങനെ ഞാൻ കൂലി പണിക്ക് പോകണം. അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തള്ളി മയ്യത്തെ കുട്ടി ഇടയ്ക്ക് ഒന്ന് പോയി. ഞങ്ങൾക്കൊരു സഹായ ആൾ പറഞ്ഞു. വീട് പണിതെന്നില്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വീട് പണിതാലും ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവൻ പോണവരെ അങ്ങനെയാണ് മെമ്പർ ഞങ്ങൾക്ക് സഹായിക്കുന്നത്.